ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്വന്തം മാരുതി ആൾട്ടോയ്ക്ക് ഇതുപോലൊരു പ്രശ്നം പറ്റി. ഡോറ് നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇൻസൈഡിലുള്ള ഇത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു 3 സിമ്പിൾ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ ഒരാളെ വിളിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, ഒരു ഫ്ലാറ്റ്, ഒരു 10-ൻ്റെ ടീ സ്പാനർ, ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ടത് ഊരിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ആദ്യത്തെ ഒരു പ്രസ്സിങ് സ്ക്രൂ ഉണ്ട്, അത് പിന്നെ ഇവിടെ ഈ ഹാൻഡിലിൻ്റെ അടുത്തുള്ള ഒരു സ്ക്രൂ, പിന്നെ നമുക്ക് ഇവിടെ ഒരു മൈനസ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഇതതിൻ്റെ തുറക്കുന്നതായിരിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മൾ പൊക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ 3 സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഈ സംഭവം മാറ്റാൻ പറ്റും. അതിന് നമ്മൾ ആദ്യമായിട്ട് ഈ സ്ക്രൂസ് മുഴുവൻ നമ്മൾ ഊരി മാറ്റുക വേണ്ടത്. അപ്പോൾ അതിന് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന ആ ഒരു പീസിൻ്റെ അടിയിൽ വരുന്ന ആ പ്രസ്സിങ് സ്ക്രൂ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് സിമ്പിളായിട്ട് നമുക്ക് ഊരി കിട്ടും. നമുക്ക് ആർക്കും ചെയ്യാവുന്നതാണ്, സിമ്പിൾ. ഈവൻ ലേഡീസിനാണെങ്കിൽ പോലും വീട്ടിൽ ഇഷ്ടം പോലെ ഈ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അപ്പോൾ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ ക്ലിയറായിട്ട് കാണണമെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ പീസ് ജസ്റ്റ് വലിച്ചെടുത്താൽ തന്നെ സംഭവം വരും. അതൊരു പ്രസ്സിങ് മോഡലിലാണ് നമുക്ക് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പ്രസ്സിങ് ടൈപ്പാണ് സംഭവം. അതും എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള 2 സ്ക്രൂവും കൂടെ നമ്മൾ അതിൽ നിന്ന് ഊരി മാറ്റണം. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഡോർ ഹാൻഡിലിൽ വരുന്ന മൈനസ് സ്ക്രൂ, ചിലവർക്കിത് സ്റ്റാർ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത് മൈനസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മൈനസ് വെച്ചിട്ട് ഊരി മാറ്റുകയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി കുറച്ച് ടൈറ്റ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. WD-40 കയ്യിലുണ്ടെങ്കിൽ അതടിച്ചാലും നല്ല സിമ്പിളായിട്ട് നമുക്ക് ഊരി കിട്ടും. അപ്പോൾ നോർമലി ഇതിന് തുരുമ്പ് വരാനൊക്കെയുള്ള ചാൻസ് വളരെ കുറവാണ്, ഇൻഡോർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി വരുന്നത് അതിൻ്റെ പ്രസ്സിങ് ഹാൻഡിലിൻ്റെ ആ ഭാഗത്ത് വരുന്നൊരു സ്ക്രൂ ആണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാറിലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ, അപ്പോൾ ഞാൻ പൊസിഷൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബോധറേഷൻ ആവശ്യമില്ല. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ആ പോർഷനും കൂടെ നമ്മൾ ഊരിയാണ്. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചെറിയൊരു സ്ലൈഡിങ് ലോക്ക് ഉണ്ട്. അത് ഞാൻ കാണിക്കാം, ഊരിയിട്ട് ഞാൻ കാണിക്കാം സ്ലൈഡിങ് ലോക്ക് എവിടെയാണ് വരുന്നതെന്ന്. അപ്പോൾ അവിടെ കണ്ടില്ലേ, ആ പോർഷനിലാണ് നമുക്കവിടെ ടച്ച് ചെയ്ത് കാണിച്ചത്. ആ പോർഷനാണ് നമുക്ക് ആ സ്ലൈഡിങ് ലോക്കിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നീക്കി എങ്ങോട്ടാണ് സ്ലൈഡ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ലൂസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അത് കംപ്ലീറ്റ്ലി എല്ലാ ലോക്കിൽ നിന്ന് ഊരിന്ന് വരും. എന്നിട്ട് നമ്മൾ ആ പ്രസ്സിങ് ലോക്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഊരി പൊക്കിയെടുക്കുമ്പോൾ ഇന്നർ ഏരിയ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ ഹോൾസ് വരുന്ന ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ ഇച്ചിരി നമ്മൾ സ്ലാൻഡ് ചെയ്ത് കൊടുത്താലാണ് ഈ സംഭവം ഊരി വരിക. ഞാൻ കാണിച്ചു തരാം. അല്ലേ, നമ്മൾ സൈഡിൽ നിന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കതിനെ ഊരി പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അത് നമുക്ക് സൈഡിലേക്ക് നീക്കി വെക്കാം. ഇനി അതിൻ്റെ പുറത്തിട്ട ലോക്ക് പിടിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രൂസ് നമ്മളെടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ പുറത്തുള്ള പോർഷൻ കാണാം, എവിടെയാണ് അതിൻ്റെ ബോൾട്ട് വരുന്നതെന്ന്, നട്ട് വരുന്നത്. അപ്പോൾ ഈ 2 നട്ടാണ് പുറത്തുള്ള ഹാൻഡിലിനെ ഇതിലേക്ക് ഡോറിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 നട്ടും 10 സൈസ് നട്ടാണ് വരുന്നത്. ആ 10 സൈസ് നട്ട് നമ്മൾ ടീ സ്പാനർ യൂസ് ചെയ്തിട്ടാണ് ഊരേണ്ടത്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഊരേണ്ടതെന്ന്. ഞാനിത് സ്ലോലി എടുത്തിരിക്കുകയാണ് വീഡിയോ, കാരണം ഇത് സ്വാഭാവികമായിട്ടും വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ സാധാരണക്കാരായ നമ്മൾക്ക് അതിനെക്കുറിച്ച് പരിചയമില്ലാത്തവർക്കും ലേഡീസിനൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോയിൽ എടുത്തിരിക്കുന്ന. ഓരോ പോർഷനും നിങ്ങൾക്ക് നോക്കിയിട്ട്, അഥവാ നിങ്ങളുടെ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ലോയിൽ ഓരോ പോർഷനും കാണിച്ചു തരുന്ന വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക്ഷോപ്പുകാരിലെ ചേട്ടന്മാരുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ പറയുക. ഞാൻ എനിക്കറിയുന്ന രീതിയിൽ മെത്തേഡിൽ കാണിക്കുന്നതാണ്. ഞാൻ ഊരി ചെയ്തതിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2 10-ൻ്റെ നട്ടെടുത്ത് നമ്മൾ മാറ്റി. ഇനി അത് ലൂസായിട്ടുണ്ട്, സിമ്പിളായിട്ട് നമുക്ക് കയ്യിലേക്ക് എടുക്കാൻ പറ്റും. കാരണം അവിടെ ഓൾറെഡി പൊട്ടിപ്പോയതാണല്ലോ ഈ പോർഷൻ. ഇത് ഞാൻ മുമ്പൊരിക്കൽ ഒട്ടിച്ചതാണ്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അത് നിൽക്കുന്നില്ല, ഫെവിക്വിക്ക് കൊണ്ടൊന്നും നിൽക്കില്ല. കാരണം നല്ല
ലോഡ് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും അത് ഒട്ടിച്ചിട്ട് ട്രൈ ചെയ്യണ്ട. എനിക്ക് അബദ്ധം പറ്റിയാണ്. ഇനി വഴിയിലൊക്കെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. പിന്നെ ഡോറ് തുറക്കാൻ വലിയ ബുദ്ധിമുട്ടാകും. മറ്റേ സൈഡിൽ ഡോറ് തുറന്ന് വരേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇതാണ് പുതിയ പീസ്. ഈ ഒരു പീസ് 150 രൂപയാണ് വരുന്നത് സ്പെയർ പാർട്ട് ഷോപ്പിൽ. മെക്കാനിക്കൽ ഒക്കെ ആൾക്കാർക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടും. ഒരു 120-130 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടും. ഓക്കെ, ഇത് ഞാൻ 150 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഇതിന് ഈ ഒരു പോർഷനാണ് നമുക്ക് പൊട്ടിപ്പോയത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് അതിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ആ ഒരു 2 പത്തിൻ്റെ ആ ഹോൾസിലേക്ക് നമ്മൾ കറക്റ്റ്ലി ഉള്ളിലേക്ക് ആ പോർഷൻ ഇടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുക ആ പോർഷൻ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നട്ടിടേണ്ട പോർഷനിലെ 2 ഹോൾസിലേക്കും കൂടെ കറക്റ്റായിട്ട് അതിൻ്റെ ആ ത്രെഡ് വരുന്ന ഭാഗം അമർത്തിയിട്ട് കൊടുക്കുക. ധൃതി വെക്കേണ്ട ആവശ്യമില്ല, പതിയെ ഇട്ടാൽ തന്നെ കാര്യങ്ങൾ ശരിയാവും. അപ്പോൾ അതിൽ തന്നെ കറക്റ്റ് നോക്കിയതിന് ശേഷം അതിട്ടിട്ട് ഇപ്പുറത്തുനിന്ന് നമ്മൾ ആ നട്ടൊന്ന് ജസ്റ്റ് അതുമായിട്ടൊന്ന് സൂട്ടാക്കി കൊടുക്കുക. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോകാത്ത രീതിയിൽ നോക്കണം. വീണാൽ നമുക്ക് താഴെ നിന്ന് കുറച്ച് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ ആ നട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോസ് പീസ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇതിൻ്റെ ഓൾറെഡി പവർ വിൻഡോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ താണ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു പൈപ്പ് വെച്ച് PVC പൈപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവില്ല. കാരണം വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളുടെ അവിടെ നല്ല കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ 2 നട്ടും ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ലിവർ വരുന്നുണ്ട്. ആ ലിവർ നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് അമർത്തി പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന്. കാരണം ഊരിയെടുക്കുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് ആ ലിവർ ഇട്ടതിന് ശേഷം സംഭവം വർക്കിംഗ് ആയെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ കവർ ഫിക്സ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ആ ലാസ്റ്റ് ഊരിയ ആ ഉള്ളിൽ നിന്ന് തുറക്കുന്ന ഹാൻഡിൽ ലോക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് അതിൻ്റെ കവർ തിരിച്ച് ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുക. അത് ഫിക്സ് ചെയ്തതിന് ശേഷം എല്ലാ പോർഷനും കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ആ സ്ക്രൂ നമ്മൾ ഇടുക. ഹാൻഡിലിൻ്റെ ഫസ്റ്റ് സ്ക്രൂ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ താഴെ വരുന്ന ഹാൻഡിലിലെ മൈനസ് സ്ക്രൂ നമ്മൾ ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇങ്ങനത്തെ പോർഷനിലേക്ക് ഇട്ടതിന് ശേഷം ആ സ്ക്രൂ കറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് ആ സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലോക്കായി. ബാക്കിയെല്ലാം പ്രസ്സിങ് ആണ്. ജസ്റ്റ് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് അമർത്തി കഴിഞ്ഞാൽ തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫിക്സ് ആയിരിക്കും. ഇപ്പോഴത്തെ ഇനി നമ്മൾ ഇടേണ്ടത് ഇപ്പോൾ അതല്ല, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. ഇല്ലെങ്കിൽ ഒന്നും കൂടി എടുത്തിട്ട് എവിടെയെങ്കിലും ലോക്കായിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. പിന്നെ നമ്മുടെ ആദ്യം നമ്മൾ ഊരിയ പ്രസ്സിങ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കാര്യം കഴിഞ്ഞു. ഇതിൻ്റെ താഴേക്കും പ്രസ്സിങ് ബോൾട്ടുകൾ വരുന്നുണ്ട്. അത് ഞാൻ വേറൊരു മെത്തേഡിലാക്കിയിട്ട് ഫിക്സഡ് ആക്കി വെച്ചിരിക്കുക. ട്രയാങ്കിളും കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.